ഇപ്പം സാന്ദ്ര പറഞ്ഞു ഫ്രൈഡേ ഫിലിം ഹൗസ് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ വലിയൊരു കാര്യമാണ് അല്ലേ സാന്ദ്ര വിട്ടുകൊടുക്കൽ എന്ന് പറയുന്നത്. കാരണം ഫ്രൈഡേ എന്നുള്ള സിനിമയും സാന്ദ്രയുടേതാണ്, ഫ്രൈഡേ ഫിലിം ഹൗസും തുടങ്ങിയതും ആ പേരും എല്ലാം നമ്മുടേതാണ്. കാരണം എനിക്കറിയാം, കാരണം ഞാൻ തന്നെ മീഡിയ ഇൻഡസ്ട്രിയിൽ കുറേ നാളായി. എല്ലാവരും ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് പറഞ്ഞാൽ സാന്ദ്ര തോമസ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു വിട്ടുകൊടുക്കലിന് എങ്ങനെയാണ് സാന്ദ്രയ്ക്കൊരു എന്താ പറയുന്നത്, എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയത്? എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് ഞാൻ ആ വിട്ടുകൊടുത്തത് എന്ന് പറയുന്നത്. ആ വിട്ടുകൊടുത്തതോടുകൂടിയാണ് എനിക്ക് എൻ്റെ സ്വഭാവമേ മാറി. സ്വഭാവം മാത്രമല്ല, എനിക്ക് ലൈഫിനോടുള്ളൊരു ഔട്ട്ലുക്ക് മാറി, എല്ലാം മാറി. കാര്യം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലെ നമ്മുടെ ഏറ്റവും വിലയുള്ളത് എന്ന് വിചാരിക്കുന്ന ഒരു സാധനം നമ്മൾ സിമ്പിളായിട്ട് വിട്ടുകൊടുത്താൽ പിന്നെ നമുക്ക് ലോകത്തിൽ ഒന്നിനോടും ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ ഒന്നിനോട് അറ്റാച്ച്മെന്റ് ഒന്നും തോന്നൂല. നമുക്ക് എല്ലാത്തിനോടും സ്നേഹമായിരിക്കും, എന്നാൽ ഒന്നിനോടും ഓവർ അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല. ഒരു ഡിറ്റാച്ചബിൾ അറ്റാച്ച്മെന്റ് എല്ലാത്തിനോടും ഉണ്ടാവുള്ളൂ. അപ്പം മാത്രമല്ല, ആരെങ്കിലും ഇട്ടേച്ച് പോയി അല്ലെ ആരെങ്കിലും, പല കുട്ടികളും ഉണ്ടല്ലോ ഇപ്പം ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രേമനൈരാശ്യം വന്ന് ഉടനെ കൊണ്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, അല്ല ആത്മഹത്യ ചെയ്യുന്നു. ഇങ്ങനത്തെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോവില്ല. നമ്മൾ മനസ്സറിഞ്ഞ ഒരാൾക്ക് വിട്ടുകൊടുത്ത് നോക്കൂ, നമ്മൾ ഒരുപാട് സന്തോഷിക്കുക ചെയ്യുക. പിന്നീട് നമുക്ക് ആക്ച്വലി സന്തോഷം തരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാ, വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഞാനപ്പം കുറേ നാള് ഇപ്പൊ ഡെയിലി 10-30 ആൾക്കാരെ കണ്ടുകൊണ്ടിരുന്ന അവർ കഥ എടുക്കുന്നു, അത് ഇങ്ങനെ തിരക്കായിട്ടിരുന്ന ഞാൻ ഒറ്റയടിക്ക് സ്വിച്ച് ചെയ്ത് ഒരാളുമില്ലാതെ വീട്ടിലിരുന്ന് നെറ്റ്ഫ്ലിക്സും കണ്ട് TV കണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുക, വെറുതെ ഇരിക്കുക. കുറച്ച് ദിവസം ഭയങ്കര രസമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പ്രഗ്നൻ്റ് ആയപ്പോൾ മുതലാണ് എനിക്ക് ഹോർമോണൽ ചേഞ്ചസ് വരാൻ തുടങ്ങി. അപ്പം മുതൽ എനിക്ക് ഭയങ്കരമായ, പക്ഷെ എനിക്ക് സിനിമ വരണമെന്ന് അപ്പോഴും തോന്നുന്നില്ല, സിനിമ ചെയ്യണമെന്ന് തോന്നുന്നില്ല. എനിക്കൊന്നും ഡിപ്രഷൻ ആവുന്നുണ്ടായിരുന്നു. അതായത് വെറുതെ വിഷമം വരിക, ആളുകളോട് തട്ടിക്കേറുക, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ എനിക്ക് ആ പ്രഗ്നൻസി പീരീഡ് എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം കുറേ നാൾ ഈ പോസ്റ്റ്മോർട്ടവും നിന്നു കുറച്ച് നാള്. അതും കൂടെ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് സ്റ്റേബിളായി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കാര്യം എനിക്ക് തോന്നുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ലൈഫിൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസും കണ്ട് എല്ലാ സ്റ്റേജസിലൂടെയും പോയി. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നൊരു ലാൻഡ് ചെയ്തിട്ട് ഇനി എന്താ ചെയ്യണം എന്ന് പറഞ്ഞതിന് കുറച്ചുകൂടെ ഒന്ന് ഇവോൾവ് ആയി പല കാര്യങ്ങളിലും. അതായത് തങ്കത്തിന്റെയും കുൽസിന്റെയും വരവിന് ശേഷം